പണ്ട് പുരയിലായിരുന്ന സമയത്തെ അത്തായം കഴിച്ചാൽ ഇമ്മച്ച് വിളിച്ചു വരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലൊക്കെ നീക്കണം. നീച്ച പാടത്തന്നെ ഞാൻ ആദ്യം കുറേ ഒരു പള്ളർച്ചാണ് കുടിച്ചു. ഞാൻ നീക്കണേന് മുന്നേ എന്റെ പേരിൽ നീക്കണം 3 ആൾക്കാരുണ്ട്. ഇവരാണ് എന്നെ വന്ന് വിളിച്ചല്. ഓൽക്കിപ്പത് ശീലമായിക്കണം. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ അത്താഴത്തിന് എനിക്ക് കഴിക്കാനുള്ളത് ഓവർനൈറ്റ് ഓട്സും മുട്ട പുഴുങ്ങിയതാണ്. പ്രോട്ടീൻ ഈസ് സോ ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് എന്നും മുട്ട പുഴുങ്ങിയത് കഴിക്കാം. ടോപ്പിംഗ്സ് ആയിട്ട് ഞാൻ പഴമായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ എന്റെ ഫുഡും പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും എന്റെ ഓട്സ് കൈയിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ആൾക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ തന്നെ ചാടി കയറി ഞാൻ എന്ത് തിന്നാലും ഓർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഓരിന്റെ പാത്രത്തിൽ വന്ന് തലയിടും. അപ്പൊ അതാണ് അവസ്ഥ. സോ ഞാൻ ഓരോ സൽക്കാരത്തിന് പറഞ്ഞയച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് ഒറ്റയ്ക്ക് എന്റെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഒരു വന്നു. എന്താ ചെയ്യാ, എന്റെ പൂച്ചകൾക്ക് വിശക്കണുണ്ടായിരുന്നു. ഞാനപ്പോ ഫുഡും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ അപ്പൊ തന്നെ പോയിട്ട് ഓർക്കുള്ള ഫുഡും കൊടുത്ത് അവരങ്ങോട്ട് ഒരു ഭാഗത്ത് പിന്നെ ഒന്നും നോക്കിയില്ല. നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കി. കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കാനുള്ള പുറപ്പാടിലായിരുന്നു. ഞാൻ എന്റെ നിസ്കാരക്കുപ്പായം ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗിലായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും തല തിരിഞ്ഞിട്ടായിരിക്കും നിസ്കാരക്കുപ്പായം ഇടുന്നുണ്ടാവുക. അങ്ങനെ ഞാൻ നിസ്കാരമൊക്കെ കഴിയണത് വരെ എന്റെ പൂച്ചാണ്ടികൾ അങ്ങനെ കാത്തിരിക്കും. ഇതൊന്ന് എപ്പോഴാ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ വരും. പായൽ ഇങ്ങനെ മുസല്ലയിൽ ഇങ്ങനെ ഇരിക്കണം കുറച്ചു നേരം. പിന്നെ അവിടെ കിടക്കണം, അവിടെ കിടന്ന് ഉരുണ്ട് മറിയണം. ഇതൊക്കെയാണ് പിന്നെ ഓരോ ഹോബീസ്. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. അപ്പൊ തന്നെ ഞാൻ കട്ടുമൊക്കെ ചാടി അങ്ങോട്ട് കിടന്നുറങ്ങും. അപ്പൊ അത്രക്കുള്ളൂ ഇന്നത്തെ ദിവസം. അപ്പൊ ഓക്കെ, ബൈ.